കാണാൻ പറ്റും. ഇതൊക്കെ അത്യാവശ്യം നല്ല സൈസ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലുവെൽ 360. ഇപ്പോൾ വെച്ചാൽ നമ്മുടെ പറമ്പിലൊക്കെ മഴ പെയ്ത് മൊത്തം വെള്ളം കയറിയിട്ടുണ്ട്. പറമ്പിൽ നിറച്ച് മീനാണ് കേട്ടോ. ഊത്തളയാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഞാൻ പിടിക്കുന്നൊന്നുമില്ല, ഈ സമയത്ത് മുട്ടയിടാൻ കയറുന്നതാണ്, അതുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കുന്നില്ല. കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ അച്ഛനിവിടെ മീനെ പിടിക്കുന്നുണ്ട്. കല്ലേ നമ്മുടെ പറമ്പിൽ നിറച്ച് മീൻ കയറി കിടക്കുകയാണ് കേട്ടോ. കണ്ടോ, ഈ കയറി പോകുന്നതൊക്കെ നമ്മുടെ തൂളി അല്ലെങ്കിൽ പുല്ലെന്ന് പറയുന്ന മീനാണ് കേട്ടോ. പോകുന്നുണ്ട്, ഇവിടെ നിറഞ്ഞ് മീനാണ് കേട്ടോ കയറി കിടക്കുന്നത്. കണ്ടോ, നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതാടി കറി കിടക്കുന്ന മൊത്തം നമ്മുടെ പുല്ലനാട്ടോ. നമുക്കിത് സുഖമായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പെറുക്കിയെടുക്കാവുന്ന രീതിക്കാണ് കിടക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ കാലും ചുവട്ടിലും എല്ലാം കണ്ടോ, പുല്ലിനടക്കൊക്കെ നല്ല രീതിക്ക് കയറി കിടക്കാണ് കേട്ടോ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഊട്ടയിളക്കം. ഈ സമയം എന്ന് പറയുന്നത് ഇവരുടെ പ്രജനനകാലമാണ് കേട്ടോ. അപ്പോഴേക്കും ആറ്റിൽ നിന്ന് വെള്ളം കരയ്ക്കായിട്ട് കവിഞ്ഞ് കയറുമ്പോൾ ഇവർ മുട്ടയിടാൻ വേണ്ടിയിട്ട് പുല്ലിനകത്തോടെ കയറി വരുന്നതാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയേക്കണം, ഈ ഇതിനകത്ത് ചാലിനകത്തൂടെ ഇറങ്ങിപ്പോകുന്ന മൊത്തം നല്ല അടിപൊളി പുല്ലൻ തന്നെയാണ് കേട്ടോ. നമ്മളെന്തായാലും വെറുതെ ഉപദ്രവിക്കുന്നില്ല. അല്ലേ, നമുക്കിപ്പോൾ ഈ സമയത്ത് വീശിയാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഇഷ്ടംപോലെ മീൻ വീട്ടിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉമ്മരൊന്നും പിടിക്കുന്നില്ല കേട്ടോ. ഈ കാഴ്ച നിങ്ങളോടൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പിന്നെ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ചാലിനകത്തൂടെ മൊത്തം ഇപ്പോൾ ഈ നിറഞ്ഞ് കറുത്ത് പോകുന്ന മൊത്തം നല്ല അടിപൊളി പുല്ലൻ തന്നെയാണ് കേട്ടോ. നമുക്കെന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൈ കൊണ്ട് നമ്മൾ വെറുതെ പിടിച്ച് റിലീസ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി പുല്ലനാണ്. ഇത് കാണാത്തവർക്ക് ഒരു കൗതുകമാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കിടക്കുന്നത് മൊത്തം ഇവരുടെ മുട്ടയാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് മൊത്തം നമ്മുടെ ഈ പുല്ലൻ്റെ മുട്ടയാണ്. ഇവർ കരയ്ക്ക് കയറി മുട്ടയിട്ട് വിടുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, കയറി കിടക്കുന്നതാണ്. ഇങ്ങനെ കയറി കിടന്നവർ മുട്ട ഇടുന്നതാണ്. അടിപൊളി കാഴ്ചയല്ലേ. കാണാത്തവർക്ക് ഇതൊരു കൗതുകമായിരിക്കും കേട്ടോ. കണ്ടില്ലേ, ഈ അണക്ക് മൊത്തം മീനാണിത്. കണ്ടോ, ചിറച്ച് കയറി പോകുന്നുണ്ട്. ഇതെല്ലാം മീനാണ്. നമ്മളോട് അച്ഛനുണ്ട്, പിന്നെ അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കാണിച്ചു തരാം. പറമ്പിൽ മൊത്തത്തിൽ അവിടെ ഇവിടെ ആയിട്ട് നല്ല ഒച്ചേനെ കാണും കേട്ടോ. വീണ്ടും നമ്മൾ കാണാതെ കയറി ചവിട്ടും. അധ്വാനക്കാണ് കിടക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഒരെണ്ണമല്ല, പുറകെയാണ് കിടക്കുന്നത് കേട്ടോ. ഇവരെന്തായാലും ഇപ്പോൾ ഈ വെള്ളം അങ്ങോട്ട് കുറച്ച് പറ്റി കഴിയുമ്പോഴേക്കും പോകുന്നത് നല്ല പാടാണ്. അത് കരയ്ക്കിടന്ന് ചത്തു പോയിട്ടുണ്ട് കേട്ടോ. ഇതല്ലേ, നല്ല അടിപൊളി കാഴ്ചയല്ലേ. കണ്ടില്ലേ, ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കിടക്കുന്ന നല്ല അടിപൊളി രണ്ടെണ്ണം കേട്ടോ. അടിപൊളി രണ്ട് പൂല്ലേ കേട്ടോ. പക്ഷേ അതാ ഇതിനകത്ത് ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് വെച്ചാൽ ഇത്തിരി വെള്ളം കൂടുതൽ വന്നപ്പോഴേക്കും ഇവന്മാർ ചാടി കരയ്ക്ക് കയറി. പക്ഷേ ആറ്റിൽ ഇറക്കം വീഴുമ്പോഴേക്കും ഈ വെള്ളത്തിൻ്റെ ഫ്ലോ ഇങ്ങ് കുറയും. ആ സമയത്ത് ഇവർക്ക് തിരിച്ചിറങ്ങാൻ പറ്റാതെ പുല്ലിനകത്ത് മൊത്തം ചത്ത് കിടക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിടിച്ചു വിടാമെന്ന് വെച്ചാൽ ഇവന്മാരെ കയ്യിലും കിട്ടത്തില്ല കേട്ടോ. നല്ല പോക്കാണ് പോകുന്നത് പുല്ലിനകത്തൂടെ. നമ്മുടെ കയ്യിലൊന്നും കിട്ടുന്നില്ല കേട്ടോ. അവന്മാർ പറന്ന് പോകുന്നത് പുല്ലിടയ്ക്ക് ഒരെണ്ണമൊന്നുമല്ല, മൊത്തം കയറി പമ്മി ഇരിക്കുക കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല സൈസ് പുല്ലൻ തന്നെയാണ്. അങ്ങനെ ചാടിപ്പോയിട്ടുണ്ട്. നമുക്ക് കൈ കിട്ടുന്നതിന് രക്ഷപ്പെടുത്തി വിടാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ, അല്ലേ, അടിപൊളി പുല്ലൻ. നമുക്കിവനെ
പുറത്തോട്ടിറങ്ങി വിടാം കേട്ടോ. അവൻ പോയിട്ടുണ്ട്, അവൻ പോയി രക്ഷ ഓർത്ത കേട്ടോ. ഒന്നും മാത്രം നമ്മുടെ ഈ കിട്ടിയത് കറി കിടന്ന് ചത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ചത്ത് പോയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വറക്കാനും വിടുക. എന്നാമേ ഇത് വറക്കാം, ചത്ത് പോയതാ. നമ്മുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെറുതെ നഷ്ടപ്പെടുത്തി കളയണ്ട എന്നോർത്തിട്ടാണ്. ഇവിടെ ഇവിടെ അണങ്ങിയല്ലോ പോയി. അച്ഛന് പുല്ലിനാന്ന് പിടിച്ചവന്മാർ പുറത്തോട്ടിറക്കി വിടുന്നുണ്ട്. മൊത്തം എണ്ണത്തിനൊന്നും നമുക്ക് പിടിച്ചു വിടാൻ പറ്റത്തില്ല. നമ്മുടെ കൈ കിട്ടുന്നതിനൊക്കെ നമ്മൾ പിടിച്ചങ്ങ് വിടുന്നുണ്ട്. ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പേടി പോലെ ഫീൽ ചെയ്യാം കേട്ടോ. കാലിനടിയിൽ മൊത്തം കിടന്ന് നിറയ്ക്കുമ്പോഴേക്കും ഇവിടെ ഒരു തെന്നിപ്പുണ്ട്. ഇതുണ്ടോ, ചാടിപ്പോയി 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 വന്നിട്ടുണ്ട്. നല്ല രസമാണ് അവിടെ മീൻ പിടിക്കാനായിട്ട്. കണ്ടോ, നമുക്ക് ഇവനെ ഇറക്കി വിടാം. ഇറക്കി വിട്ടിട്ടും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇവന്മാർ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടെണ്ണം അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ അത് അവനെ വിട്ടിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഓരോരുത്തരും കൂടെ പമ്മിയിരിപ്പുണ്ട് കേട്ടോ. കണ്ടില്ലേ, എൻ്റെ പിന്നോച്ചന്മാരെ ഇവിടെ കൈയുടെ മുന്നിൽ മൊത്തം മീനാണ് കേട്ടോ. ഒരു രക്ഷയിൽ നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട്, ഇവന്മാർ ഇറങ്ങി പോവായിരിക്കും കേട്ടോ. അപ്പം ഇന്ന് രാവിലെ നമ്മളെ കിടക്കപ്പായെന്ന് വിളിച്ച് കഴിഞ്ഞതിൽ കൊണ്ടുവന്ന് കാണിച്ച് കാഴ്ചയാണ് കേട്ടോ. നമ്മൾ പിടിക്കാൻ നോക്കുന്നുണ്ട്. ഈ പുല്ലടി മൊത്തം മീനാണ്. ബളം ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, പുല്ലിനടിയിൽ പമ്മിയിരിക്കുന്ന കാഴ്ച കേട്ടോ. ഇത് മൊത്തം മുട്ടയിടാനായിട്ട് കയറി വരുന്നതാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇവൻ പുല്ലിനടിയിലിരിക്കുന്നത്. അമ്മയ്ക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം കൂടുതലുള്ള എടുത്തോട്ട് വിട്ട് പോട്ടത്. നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ. ഇതൊന്നും വേറൊരു ഫീൽ തന്നെയാണ്, ഇങ്ങനെ കൈ കൊണ്ടൊക്കെ പിടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവനെ അങ്ങ് റിലീസ് ചെയ്തേക്കാം. അല്ലേ, അവനെ അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. പിടിച്ചിടാനാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തം പരിശ്രമിച്ചാലും നടക്കുന്ന കാര്യമല്ല. അതുപോലെ മീനുണ്ട് കേട്ടോ. കണ്ടില്ലേ, അവിടെ ഇവിടെയെല്ലാം ആയിട്ട് നല്ല രീതിക്ക് അണങ്ങുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ നടക്കുമ്പോഴേക്കും അവിടെ ഇവിടെയെല്ലാം അണങ്ങുന്ന പോലെ കാണാൻ പറ്റും. ഇപ്പം എന്തായാലും ഈ കാഴ്ച നിങ്ങളെ നിന്ന് എത്തിക്കാനാണ് കേട്ടോ നമ്മളിന്ന് കിടക്കപ്പായം തന്നിട്ട് ഈ പരിപാടിക്ക് വന്നത്. അപ്പം എന്തായാലും ഇതാണ് കേട്ടോ ഊട്ടിളക്കം എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ട് നമ്മളൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞിട്ട് ഒത്തിരി കയറിയാണ് കേട്ടോ. ഇങ്ങോട്ട് ഒത്തിരി കയറി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടമാനം മീനുണ്ട് കേട്ടോ. ഇതൊക്കെ വെള്ളം ഇറങ്ങുമ്പോഴേക്കും ചത്ത് പോകാണ്ട് നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന വെച്ചാൽ നമ്മളിവിടുന്ന് എടുത്ത് പുറത്ത് വിടുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇന്ന് രാവിലത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.